ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഐലൻഡാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലത്ത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. ഞാനിതിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ ആങ്ങളെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ കൊല്ലം ഒന്ന് കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞ് നമുക്ക് സാമ്പ്രാണിക്കൊടിയിൽ പോകാമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു, പോകുമ്പോൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണം, അവിടെ ചുറ്റും വെള്ളമാണ്, വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും, നല്ല രസമാണ്, എന്തായാലും കാണണം, കാണാണ്ട് പോരരുതെന്ന്. അങ്ങനെ ഞാനും പിള്ളേരും അഭിലാഷും എല്ലാവരും കൂടെ കൊല്ലത്ത് സാമ്പ്രാണിക്കൊടി കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല സൂപ്പർ വ്യൂ. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ അവിടുന്ന് ബോട്ടയിൽ കയറി വേണം ഐലൻഡിലോട്ട് എത്താനേ. അവിടുന്ന് ബോട്ടേ കയറി കുറച്ച് ദൂരം ഇങ്ങനെ കായലിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഐലൻഡിൽ ചെന്ന് ചേരാം. അഷ്ടമുടി കായലാണ് കേട്ടോ. അങ്ങനെ അവിടെ ഐലൻഡിന് നടുക്ക് ഇവിടെ കൊണ്ട് ബോട്ട് ഡ്രോപ്പ് ചെയ്യും. ഇവിടുന്ന് നമുക്ക് കായലിലൂടെ നടന്ന് എത്ര ദൂരം വേണേലും നടക്കാം. മുങ്ങിപ്പോകുമോ വെള്ളത്തിൽ ഒലിച്ചു പോകുമോ ഒന്നും ചെയ്യത്തില്ല. കണ്ടോ പിള്ളേരൊക്കെ നിൽക്കുന്ന, ഒരു കുഴപ്പമില്ല. എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം, ചുറ്റും വെള്ളം, ഐലൻഡ് തന്നെ, നല്ല കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കൂടെ അവിടെ നിന്ന് ഒരു ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ നമുക്ക് നല്ല കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടെ ഈ കായൽ ചുറ്റും മൊത്തം ചുറ്റി വരാം. അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും അവർ കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്താം. അതിലേ നമുക്ക് നടക്കാം, നല്ല സുഖമായിട്ട് നടക്കാം. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല രസമാണ്. വെയിലുണ്ടെങ്കിലും വെള്ളത്തിനകത്തായതുകൊണ്ട് നമുക്കതൊന്നും അത്ര അനുഭവപ്പെട്ടില്ല. പിള്ളേർക്ക് പിന്നെ പറയാനില്ല, അവരുടെ ഒരു സന്തോഷം അതൊന്ന് വേറെ ആയിരുന്നു. വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടാൽ പിന്നെ അറിയാമല്ലോ കയറാനുള്ളൊരു ബുദ്ധിമുട്ട്. അവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ അവിടെ കിടന്ന് കളിച്ച് എല്ലാവരും നല്ല അവശതയായി. നല്ല രസമായിരുന്നു കാണാൻ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. കായലിനകത്തോടെയുള്ളൊരു യാത്രയാണ് ബോട്ട് സവാരി. ഫ്രീ ആയിട്ട് നമുക്ക് അതിനകത്തോടെ നടക്കാൻ പറ്റും. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നടക്കുമ്പോഴല്ലോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാം. നല്ല രസമാണ്. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ആളുകളുണ്ട്. വൈകുന്നേരം ഒരു 5 മണി 6 മണി വരെ അവിടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ബോട്ട് സർവീസ് ഒന്നുമില്ല, അവർ നിർത്തും. പിന്നെ അങ്ങ് സന്ധ്യയാകുമല്ലോ. ഇതിനുള്ളിൽ അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് തരത്തില്ലേ, അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഈ ബോട്ടിൽ കയറിയിരുന്ന് നമുക്കത് ചുറ്റി നടന്ന് കാണാൻ പറ്റും. നല്ല രസമാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണേ. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഇതിലൂടെ നമുക്കിങ്ങനെ ബോട്ട് സവാരി ചെയ്യാം. നമുക്ക് സവാരി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കരയ്ക്കോടെ കാണാൻ ആളുകളൊക്കെ താമസിക്കുന്നതും കക്ക വാരുന്നതും അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ പറ്റും. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കായൽ പടർന്ന് കിടക്കുകയാണ്. നമുക്ക് അങ്ങനെ സഞ്ചരിച്ച് നടക്കാം. നല്ല രസമാണ്. കായലും വെള്ളം, ബോട്ട് യാത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളിൽ കൂടെ ഇറങ്ങി നടക്കുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അറിഞ്ഞുകൂടാ. എന്തായാലും അടിപൊളിയായിരുന്നു, യാത്ര അടിപൊളിയായിരുന്നു. കൊല്ലത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസാണ്, ഒരിക്കലും ബോറടിക്കില്ല. എന്തായാലും സുഖമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും. പിന്നെ കൊല്ലമല്ലേ, കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകൾ വേറെയും ഉണ്ട്. പകലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്നാലും മതി. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.